നമസ്കാരം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഗതാഗത മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ടിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഇന്ന് രാവിലെയാണ് കൈലാഷ് ഗെഹ്ലോട്ടിന് ഇഡി സമൻസ് അയച്ചത്. ഇന്ന് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്നുള്ള നിർദ്ദേശം കൂടി ഇതിലുണ്ടായിരുന്നു. ഇത് പ്രകാരമാണ് ഇപ്പോൾ കൈലാഷ് ഗെഹ്ലോട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നജാഫ്ഗഡിൽ നിന്നുള്ള MLA ആയ കൈലാഷ് റദ്ദാക്കിയ പുതിയ മദ്യനയത്തിന്റെ കരട് തയ്യാറാക്കിയ പാനലിലെ അംഗമായിരുന്നു. എക്സൈസ് നയത്തിന്റെ കരട് രൂപം സൗത്ത് ഗ്രൂപ്പിന് ചോർത്തി എന്നാണ് ഇഡി അവരുടെ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. മദ്യനയം രൂപീകരിക്കുന്നതിനിടെ തന്റെ ഔദ്യോഗിക വസതി ഉപയോഗിക്കാൻ അന്നത്തെ ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് ആയിരുന്ന വിജയ് നായർക്ക് അനുമതി നൽകിയിരുന്നു എന്നുകൂടി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. 2021-22 കാലയളവിൽ കൈലാഷ് ഗെഹ്ലോട്ട് തന്റെ മൊബൈൽ നമ്പർ നിരന്തരമായി മാറ്റിയിരുന്നു എന്നും ആവർത്തിച്ച് മറ്റ് പല നമ്പറുകളുമാണ് ഉപയോഗിച്ചിരുന്നതെന്നുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ദില്ലി മദ്യനയ കേസിലെ അന്വേഷണത്തിൽ ഏജൻസികൾ അന്വേഷിക്കുന്ന മൂന്നാമത്തെ മന്ത്രിയായി ഈ കൈലാഷ് ഗെഹ്ലോട്ട് മാറിയത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. നമുക്കറിയാം, ആദ്യം ഈ കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആയിരുന്നു അറസ്റ്റിലായത്. അതിന് തൊട്ട് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്നു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ദില്ലി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറുന്ന പിൻഗാമികളിൽ ഒരാളുടെ പേരായി ഏറ്റവും അധികം ഉയർന്നു കേട്ടത് കൈലാഷ് ഗെഹ്ലോട്ടിന്റെ പേര് തന്നെയായിരുന്നു. അതിഷിക്കൊപ്പം അല്ലെങ്കിൽ സുനിത കെജ്രിവാളിനൊപ്പം തന്നെ കൈലാഷ് ഗെഹ്ലോട്ടിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.